മദ്രസ എന്തിനു വേണ്ടി ഉണ്ടാക്കി എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഇന്ന് മദ്രസ ഇതിനൊക്കെ വേണ്ടി ഉണ്ടാക്കിയെങ്കിൽ പോലും കുട്ടികൾ പഠിച്ച് ഒരു പരിധി വരെ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ഗുണങ്ങൾ കുട്ടികളിൽ കാണുന്നില്ല. കാണാത്തതിന്റെ കാരണം നമ്മൾ പറഞ്ഞു 3 കാരണങ്ങളാണ്. 1, നല്ല രക്ഷിതാവില്ലാത്തതാണ്. 2, സാഹചര്യങ്ങൾ മോശമാകുന്നതാണ്. 3, കുട്ടികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി പെരുമാറാത്തതാണ്. പരിഹാരം നമ്മൾ പറഞ്ഞു. പരിഹാരം 1, രക്ഷിതാവ് മാതൃകയാവണം എന്ന് പറഞ്ഞു. 2, രക്ഷാകർതൃത്വം അറിയണം എന്ന് പറഞ്ഞു. 3ാമത്തെ കാര്യം, പഠിപ്പിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. 2ാമത്തെ കാരണം നമ്മൾ പറഞ്ഞു സാഹചര്യം മോശമാകുന്നു എന്നതാണ്. സാഹചര്യം മെച്ചപ്പെടുത്തി തുടങ്ങിയത് അവനവന്റെ വീടുകളിൽ നിന്നാണ്. ആ വീടുകളിലുള്ള മെച്ചപ്പെടുത്തലുകൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. വീടുകളിലുള്ള മെച്ചപ്പെടുത്തലിനോടൊപ്പം നമ്മൾ ചേർക്കേണ്ട ഒരു സാധനം 1, നമ്മളെ വീട്ടിൽ ഒരു ദിവസം ഒരു സമയമെങ്കിലും വീട്ടിലല്ലാതെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. നമ്മൾ കേൾക്കണ്ടല്ലേ? നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാകേണ്ട ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതി ഉണ്ടാവണം. ഒരു ദിവസം ഒരു നേരെങ്കിലും ഉണ്ടാവണം. ഇനി വാപ്പാക്ക് തീരെ ഒഴിവില്ലാത്തവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉണ്ടാവണം. മനസ്സിലായില്ലേ? അതുപോലെ ആഴ്ചയിൽ ഒരു അര ദിവസമെങ്കിലും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാറ്റണം. ഒന്നുമില്ല, പെരിഞ്ഞിരുന്ന് വെറുതെ സ്വറ പറയാം. വെറുതെ സ്വറ പറയാം. ചില പഴയ കഥകളൊക്കെ പറഞ്ഞ കുട്ടികൾ പറയാൻ തന്തവൈപ്പാണെന്ന് പറയും. എന്നാലും വേണ്ടില്ല ഞാൻ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന ഒരു റിലേഷൻ ബിൽഡിംഗ് ഉണ്ട്. അത് നടക്കണില്ല. ബാപ്പ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക, ബാപ്പാനെ കാണണേ ഇല്ല. ഇതാണ് ആ പോക്കലാക്കുന്ന അവസ്ഥയിലേക്കാണ് പലപ്പോഴും കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറിയാൽ തന്നെ കുറേയൊക്കെ ഒരു റിലേഷൻ എന്താവും, ബിൽഡ് ചെയ്യും. അപ്പൊ പിന്നെ ഈ തെറിച്ചു പോകുന്ന അവസ്ഥകൾക്കൊക്കെ ഒരു പരിധി വരെ പരിഹാരമുണ്ടാകും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എല്ലാം കൂടി പറയാനുള്ള സമയമില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞൊരു സാധനം മാനസികാവസ്ഥ മനസ്സിലാക്കി പെരുമാറാത്തതാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ പാരന്റിംഗ് ക്ലാസ്സിൽ വന്നപ്പോൾ ഞാനത് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ക്ലിപ്പ് തിറങ്ങിയിരുന്നു. അപ്പൊ ആ ക്ലിപ്പിങ്ങനെ കിടക്കുമ്പോൾ തോന്നി ആ ഭാഗമാണ് പറഞ്ഞത്. ഏതായാലും അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എല്ലാം കൂടി പറയാൻ എന്തായാലും സമയം ഉണ്ടാവില്ലല്ലോ. അവസാനിപ്പിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ 100ാം വാർഷികം ആഘോഷിക്കുകയാണ്, പൂർത്തിയാക്കുക. സത്യത്തിൽ ആദർശ വിശുദ്ധിയുടെ നൂറ്റാണ്ടല്ല സമസ്ത പൂർത്തിയാക്കുന്നത്. അതിന്റെ അപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം കേരളത്തിൽ എത്തിയിട്ടുണ്ട്. പിന്നെ താബീകളുടെ കാലത്ത് അത് കൂടുതൽ ശക്തമായി, ബഹുമാനപ്പെട്ട മഹ്ദൂമമാരുടെ കാലത്ത് അത് കൂടുതൽ വ്യവസ്ഥാപിതമായി. അങ്ങനെ വന്ന സാധനം, ആ സാധനത്തിന് ഒരു പ്രതിസന്ധി നേരിട്ടപ്പോൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് പ്രതിസന്ധി നേരിട്ടപ്പോൾ, അഥവാ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയതാണ് മങ്കൂസ് മൗലൂദ്. ആ മങ്കൂസ് മൗലൂദ് ഓതൽ ശിർക്കാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പുത്തൻ പ്രസ്ഥാനക്കാരുടെ തലത്തൊട്ടപ്പനായിട്ടുള്ള ഇബ്നു അബ്ദുൽ വഹാബ്, അയാള് ജനിക്കുന്നതിന്റെ 120 കൊല്ലം മുമ്പ് ആര് വഫാത്തായിട്ടുണ്ട്? സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു 2ാമത് വഫാത്തായിട്ടുണ്ട്. അതിന് മുമ്പുള്ളതാണ് മങ്കൂസ് മൗലൂദ്. അത് ശിർക്കാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോ 400-500 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ മുഹീദ്ദീമാല ചെല്ലുന്ന ഒരു കമ്മ്യൂണിറ്റിയെ ഇതൊക്കെ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞ് അവർ കാലാകാലങ്ങളായി അവർ പാലിച്ചു പോകുന്ന ഒരു ആദർശ വിശുദ്ധി ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ അത് കാവൽ വയ്ക്കാനാണ് സമസ്ത ഉണ്ടായത്. അപ്പൊ പറയേണ്ടത് ഇങ്ങനെയാണ്, വിശുദ്ധമായ ആദർശത്തിന് സമസ്ത കാവൽ നിൽക്കാൻ തുടങ്ങിയിട്ട് 100 കൊല്ലമാണ്. 1925 സമസ്ത ഉണ്ടായത്. പിന്നെ ഒരു കൊല്ലത്തെ അതിന്റെ കൃത്യമായ ഘടന ക്രമീകരിച്ച് 1926 ബഹുമാനപ്പെട്ട വടക്കൻ മുല്ലപ്പാത്തുകൾ പ്രസിഡന്റായി അതിന്റെ ഘടന നിലവിൽ വന്നു. സമസ്ത ഇവിടെ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
സമസ്ത നമ്മളെ ഇസ്ലാമികമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കാൻ സമസ്ത പാകപ്പെടുത്തി. സമയാസമയങ്ങളിൽ സമസ്ത ചെയ്യേണ്ട പണികളൊക്കെ സമസ്ത ചെയ്തു. ശ്രദ്ധിക്കണേ, ഇപ്പോ സ്വാതന്ത്ര്യ സമരം ഇങ്ങനെ കൊടുമ്പിരി കണ്ട് അതിന്റെ അവസാനത്തിലേക്ക് എത്തിയപ്പോ അന്നത്തെ ഉലമാവും ഉമറാവും ചേർന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ മതേതര രാജ്യമായിരിക്കും ഇന്ത്യ. അപ്പൊ മതേതര രാജ്യത്തെ പിന്നെ സ്കൂളുകളിൽ വെച്ച് മതം പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ മദ്രസ ഉണ്ടാക്കണം എന്നുള്ള ചർച്ച വന്നു. അങ്ങനെയാണ് മദ്രസ ഉണ്ടായത്. നിങ്ങൾ ഇന്ന് ശ്രദ്ധിക്കുന്നില്ലല്ലോ, ആ നോട്ടും നോക്കുന്നത് നിങ്ങൾ ഇന്ന് നോക്കി. അപ്പൊ മദ്രസ ഉണ്ടാവണം എന്നുള്ള ചർച്ച ഉണ്ടായി. അന്ന് ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത വിധം തകർന്നു പോയ നമ്മളെ നാട്ടിൽ ഉള്ളത് വെച്ചിട്ട് നമ്മളെ ഉലമാവും ഉമറാവും ചേർന്ന് മദ്രസ ഉണ്ടാക്കി. അതുകൊണ്ട് ഇപ്പൊ അൽഹംദുലില്ലാ നമ്മളെ നാട്ടിൽ നമ്മളെ കുട്ടികൾക്കൊക്കെ ഓതാൻ അറിയാം, നിസ്കരിക്കാൻ അറിയാം. ഇല്ലേ? എന്നാൽ ഇതുപോലെ ഇസ്ലാം നിലനിന്നിരുന്ന ഒരു പ്രദേശമാണ് ഉത്തരേന്ത്യ. ഉത്തരേന്ത്യയിൽ മദ്രസ ഉണ്ടാക്കാൻ പറയാനും ആളുണ്ടായില്ല, നേതൃത്വം കൊടുക്കാനും ആളുണ്ടായില്ല. അതുകൊണ്ട് ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോയിക്കാണ് മദ്രസ ഉണ്ടാക്കേണ്ട അവസ്ഥയാണ്. ഉത്തരേന്ത്യക്കാർ അത്ര മോശമൊന്നുമില്ല, അതൊന്നും മനസ്സിലാക്കണം. 900-ലധികം കൊല്ലം മുസ്ലിമീങ്ങൾ ഭരിച്ചൊരു പ്രദേശമാണ്. കേരളത്തിൽ മുസ്ലിം ഭരണാധികാരി എന്ന് പറയുന്നത് അറക്കൽ രാജാവ് മാത്രമാണ്. അത് കണ്ണൂർ ജില്ലയുടെ കുറച്ച് ഭാഗം, അത് സ്ത്രീധനം കിട്ടിയതുകൊണ്ട് അയാൾക്ക്. പിന്നെ പറയാവുന്ന ഒരു ഭരണാധികാരി ബഹുമാനപ്പെട്ട മർഹൂം CH മുഹമ്മദ് കോയ സാഹിബാണ്. 53 ദിവസം. അതിന്റെ അപ്പുറത്തൊക്കെ ഒരു ഇസ്ലാമിക ഭരണം എവിടെ ഉണ്ടായിട്ടില്ല, കേരളത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാൽ മുസ്ലിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മദ്രസ ഒന്ന് ഞാൻ ഫൈലിയാണ്. നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ സമസ്തക്ക് പറ്റി. ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ ഈ മുതലാളിത്ത പ്രസ്ഥാനങ്ങളൊക്കെ ഇങ്ങനെ അരങ്ങ് തകർക്കുന്ന സമയത്ത് പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന ആളുകളൊക്കെ കമ്മ്യൂണിസത്തിലേക്ക് ആകർഷിച്ചു. അപ്പൊ സമസ്ത അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് SYS ഉണ്ടാക്കിയത്. വിശ്വാസം സംരക്ഷിക്കാൻ SYS ഉണ്ടാക്കി. ആത്മീയമായ പിന്നെ എന്താ പറയാ അവസ്ഥകളും അതുപോലെ തന്നെ സംരംഭങ്ങളും പിന്നെ ഇങ്ങനെ കാലങ്ങൾ കഴിയുമ്പോൾ അതിന്റെ എന്താ പറയാ ഊർജ്ജസ്വലത നഷ്ടപ്പെടുമ്പോൾ അത് കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ സമസ്തക്ക് പറ്റിയിട്ടുണ്ട്. നമ്മൾ ആലോചിച്ചു, നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് നിലനിൽക്കുന്ന പല സ്വലാത്തിന്റെ മജ്‌ലിസുകളുണ്ടാവും. അതിങ്ങനെ കുറെ വയസ്സന്മാരിങ്ങനെ ആയി ഇങ്ങനെ ചുരുങ്ങി ഓരിങ്ങനെ മരിച്ചു പോണതിനനുസരിച്ച് അതിങ്ങനെ ചുരുങ്ങി വന്നു. അപ്പോഴാണ് മജ്‌ലിസുന്നൂർ വന്നത്. ഇവിടെ മജ്‌ലിസുന്നൂറുണ്ടോ? മജ്‌ലിസുന്നൂറിന്റെ അത്ര ഈ ഒരു 25 കൊല്ലത്തിനുള്ളിൽ ജനകീയമായ മജ്‌ലിസ് വേറെ ഏതാണുള്ളത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തുണ്ട്. അത് സമസ്ത ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകൊണ്ട് അത് വലിയൊരു തൗഫീഖാണ്. സമസ്തയാണ് അതിന്റെ ചാലകമായി മാറിയത്. അപ്പൊ സമസ്ത അതാത് കാലത്ത് നടത്തേണ്ട ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. മുസ്ലിമീങ്ങളെ പൊതുവായി ബാധിക്കുന്ന വിഷയങ്ങൾ അത് സമസ്ത ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോ വഖഫുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പുതിയ ഒരു നിയമ ഭേദഗതി വന്നിട്ടുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന് കേസിന് പോയിട്ടുണ്ട്. നമ്മുടെയൊക്കെ പിന്നെ കേരളത്തിലെ മുഖ്യധാര, പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിമീങ്ങൾ, അവർ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനമായി കാണുന്ന മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾ കേസിന് പോയിട്ടുണ്ട്. സമസ്തയും പോയിട്ടുണ്ട്. അതിന് സമസ്ത പോയത് നമ്മളൊക്കെ ഒന്നെന്നെയാണ്. സമസ്ത പോയതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യമാണ് അത്. ഇത് മുസ്ലിമീങ്ങൾക്ക് പൊതുവായ പ്രശ്നം വരുമ്പോൾ സമസ്ത എന്ത് ചെയ്യും, അതിന് മുന്നിലുണ്ടാവും. അപ്പൊ വേറെ പോയതായാലും ഓടി ചേർത്ത് പിടിക്കും. അപ്പൊ ഒന്നും കൂടി ശക്തി കൂടും. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സമസ്തയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്, ഫീൽഡ് എന്ന് പറയുന്നത് പ്രധാനമായും പള്ളികളും മദ്രസകളും. അപ്പൊ ആ പള്ളികൾ കേന്ദ്രമാക്കി മദ്രസകൾ കേന്ദ്രമാക്കിയിട്ടാണ് സമസ്ത മുന്നോട്ട് പോകുന്നത്. സയ്യിദന്മാർ, നമ്മുടെ ബഹുമാനപ്പെട്ട പാണക്കാട് സാദാത്യങ്ങൾ ഉൾപ്പെടെയുള്ള സയ്യിദന്മാർ, അതുപോലെ തന്നെ നമ്മുടെ മഹോന്നതന്മാരായ ആലിമ്യങ്ങൾ, അവർ ചേർന്ന് നിന്ന് സമസ്തയെ നയിക്കും.
നമ്മുടെ ബഹുമാനരായിട്ടുള്ള ഉമറാക്കൾ, വലിയ വലിയ ഉമറാക്കളായിട്ടുള്ള ആളുകൾ, അവർ സമസ്തക്ക് ആവശ്യമായ പിൻബലം നേടും. അപ്പോ ഉലമാവും ഉമറാവും ഒരുമിച്ച് നിന്ന് ചർച്ച ചെയ്ത് ഉമ്മത്തിന്റെ നന്മക്ക് വേണ്ടി ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരായ നമ്മളെ പോലുള്ള ആളുകൾ എന്ത് ചെയ്യും? അത് നെഞ്ചേറ്റി ആ കാര്യം നമ്മളാണ് വിജയിപ്പിച്ചു. അതാണ് കേരളത്തിൽ ഈ ഒരു 100 കൊല്ലം നടന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് തരണം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇന്നിങ്ങനെ 2 ദിവസം മുമ്പ് കോഴിക്കോട് നടന്ന ഒരു പരിപാടിയുടെ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടു. ബഹുമാനപ്പെട്ട സൈനുല്ലാബിദീൻ തങ്ങൾ കുന്നുങ്കൈ, സമസ്തയുടെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു സയ്യിദാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കേരളത്തിൽ ഈ ഉലമാവും ഉമറാവും ചേർന്ന് നിന്ന് ഉണ്ടായ ഈ ഒരു സംവിധാനം കൊണ്ട് നേടിയ നേട്ടങ്ങൾ വളരെ വലുതാണ്. ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് കർണാടകയാണ്. കർണാടകയിൽ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം എന്താ? ഉലമാക്കളുണ്ട്, ഉമറാക്കളുണ്ട്. പക്ഷെ ഉലമാക്കളും ഉമറാക്കളും യോജിക്കുന്ന ഒരു അലൈൻമെന്റ് അവിടെ ഇല്ല. അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. അറബി ഭാഷയുടെ സമരം ഉണ്ടായപ്പോൾ 3 ആളുകളുടെ ജീവൻ ബലി കൊടുത്താണെങ്കിലും നിങ്ങളെ സംരക്ഷിച്ചു. പക്ഷേ കർണാടകയിൽ ഉറുദു ഭാഷ നിരോധിച്ചപ്പോ ഒരു മെഴുകുതിരി കത്തിച്ചു പോലും ഞങ്ങൾക്ക് പ്രതിഷേധിക്കാൻ പറ്റിയില്ല. ഇത് വലിയൊരു പാടാണ്. എന്താ പാടെന്ന് നിങ്ങൾക്ക്? ഉലമാക്കൾ മാത്രം ഉണ്ടായ ഒരു പരിപാടി നടക്കില്ല, ഉമറാവ് മാത്രം ഉണ്ടായ അതും നടക്കില്ല. നാട്ടുകാർ കുറെ ആൾക്കാർ കൂടി നല്ല നടക്കും, നടക്കില്ല. ഒരുമിച്ച് നിൽക്കുമ്പോൾ അതൊരു ശക്തിയാണ്. അല്ലാഹു ആ ശക്തി നിലനിർത്തുന്നത്. അപ്പൊ ആ ശക്തിക്ക് വേണ്ടി ഇവിടെ അൽഹംദുലില്ലാ തടിയേറ്റ ഫണ്ട് നല്ല രീതിയിൽ സമാഹരണം നടത്തി എന്ന് പറഞ്ഞു. നമ്മൾ 1 രൂപയാണ് കൊടുത്തതെങ്കിൽ പോലും പല തുള്ളി പെരുവെള്ളം എന്നാണല്ലോ സമസ്ത നടത്തുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് അതിലൊക്കെ ഭാഗമാക്കാൻ നമുക്ക് പറ്റും. നിങ്ങൾ തടിയൊക്കെ കൊടുത്ത് 100 റുപ്യാണെങ്കിൽ ആ 100 റുപ്യ വെറുതെ ആയിട്ടില്ല. അത് സമസ്തയുടെ ഓരോ പ്രവർത്തനങ്ങളിലും നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളുടെയും ഫലം നമ്മൾ മരിച്ചു പോയാൽ നമ്മുടെ ഖബറിലേക്ക് ഒരു ജാരിയായ സ്വതയായി ചേരും. അല്ലാഹു ഖബൂലാക്കട്ടെ. അവസാനിപ്പിക്കുന്നു.